ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ചുമതല കൊടുത്തിരിക്കുന്നു. ഈ 15കാരന്റെ ഷോക്കേറ്റ് മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പി വി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് ചുമതല. അഭിനിഷ, ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിയിരുന്നു. കാര്യക്ഷമമായ അന്വേഷണം. ഈ സംഭവം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിരുന്നു. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിൽ മറ്റാർക്കെങ്കിലും കൂടുതൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ വിശദമായ മറ്റു കാര്യങ്ങൾക്കൊക്കെ കടക്കുന്നതിന് വേണ്ടി ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുന്നതിന് വേണ്ടി ഇപ്പോൾ മലപ്പുറം SP തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. ബിനിഷ, നേരത്തെ തന്നെ ആവശ്യം ഉയർന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വസ്തുത പുറത്തേക്ക് വരണം. ഫോൺ കോൾ രേഖകൾ അടക്കം പരിശോധിക്കണമെന്ന് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഗൂഢാലോചന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടോ, അതൊക്കെ അന്വേഷണ പരിധിയിൽ വരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DYSPക്ക് തന്നെ ചുമതല നൽകിയത്. അതേ വിനിഷ, സമഗ്രമായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നമുക്കറിയാം, വളരെ ദാരുണമായ സംഭവം നടന്നു. ഇന്നലെ സന്ധ്യയോടുകൂടി സംഭവം നടക്കുന്നു. അതിനുശേഷം നിലമ്പൂരിൽ നടന്ന കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാലാണ് ഇത്തരം ചില സമര നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. UDFിൻ്റെ നേതൃത്വത്തിൽ ദാരുണമായ സംഭവത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ റോഡ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ആൾക്കാരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആൾക്കാരെ വഴിതടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വളരെ സമഗ്രമായ അന്വേഷണം ഇതിനകത്ത് നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഈ സംഭവം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ബിനിഷ.